ഹലോ ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒന്നോ രണ്ടോ അല്ല 5 ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഐഡിയാസ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കോൾഗേറ്റിൻ്റെ പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലൊന്ന് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയരുത്. ഈ ഒരു സംഭവം മാത്രം വിട്ടിട്ട് ബാക്കി 3 സൈഡ്സും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. അതിലൊരെണ്ണം ഇവിടെ ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റേത് കട്ട് ചെയ്തെടുത്തത് കുറച്ച് വീതി കുറഞ്ഞു പോയതുകൊണ്ട് വീതി ഉള്ളത് ഒന്നും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ മറ്റേ സൈഡിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ പെൻസിൽ കേസ് റെഡി ആയിട്ടുണ്ട്. ക്യൂട്ട്നെസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ക്യൂട്ട് പിക്ചേഴ്സും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അപ്പോൾ ഇനി പേസ്റ്റ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പെട്ടി ആരും കളയാൻ നിൽക്കണ്ട. ഇതുപോലെ ഒരു പെൻസിൽ കേസ് ഒക്കെ ഉണ്ടാക്കി റീയൂസ് ചെയ്തോ, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു കാർഡ്ബോർഡ് എടുക്കുക. ഇഷ്ടമുള്ളൊരു പീസിൽ വരച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു ടെഡീനെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴത്തേക്ക് ഇതേപോലെ ഒരു സ്ക്വയർ ബോക്സും കൂടി വരച്ചു കൊടുക്കുക. അതൊന്ന് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ കാർഡ്ബോർഡ് ഒന്ന് ഭംഗിയാക്കി എടുക്കുക. പിന്നെ കുറച്ച് പേപ്പേഴ്സ് എടുക്കുക, ഒരുമിച്ചാക്കി ഒന്ന് സ്റ്റേപ്ലർ ചെയ്യുക. ബാക്കിൽ ഗ്ലൂ തേച്ച് ഇതേപോലെ സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ ഇനി മുതൽ ഹോംവർക്കും അസൈൻമെന്റും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ എഴുതി വെക്കുക. ആവശ്യം കഴിയുമ്പോൾ ഇതേപോലെ ടിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ നോട്ട് പാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേർഡ് വൺ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ കുറച്ച് തുലിപ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റീഫില്ലിലേക്ക് ചുറ്റി കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ പെൻ മേക്ക് ഓവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെൻസിൽ മേക്ക് ഓവർ ആവാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഓൾറെഡി വേറൊരു A4 ഷീറ്റിലൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഡിസൈൻ ചെയ്ത പേപ്പറിലൊന്ന് ചുറ്റി കൊടുക്കുക. ഒരു ക്യൂട്ട് പെൻസിൽ ടോപ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ പെൻസിലും പെൻസിൽ ടോപ്പറും റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഒരു പെൻസിൽ മേക്ക് ഓവർ ചെയ്താലോ? അപ്പോൾ അതിന് വേണ്ടി ഒരു ത്രെഡ് എടുക്കുക. ഇഷ്ടമുള്ള കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ത്രെഡിലാക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സ്കൂളിലും ക്ലാസ്സിലൊക്കെ എല്ലാവർക്കും ഒരേ പേനുള്ള സമയത്ത് നമ്മൾ ഇതേപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മേക്ക് ഓവർ ഒക്കെ ചെയ്തുകൊണ്ടായാൽ പെൻസിലും പേനൊന്നും കാണാണ്ട് പോകില്ല. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ പെൻസിൽ മേക്ക് ഓവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോർത്ത് വൺ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പേപ്പേഴ്സ് എടുക്കുക, ഒരുമിച്ചാക്കി ഒന്ന് ഗ്ലൂ ചെയ്യുക, കുറച്ച് നേരം ഡ്രൈ ആക്കാൻ വെക്കുക. അപ്പോൾ ഡ്രൈ ആവുന്ന സമയത്ത് ഒരു ചാർട്ട് പേപ്പർ എടുക്കുക, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഗ്ലിറ്ററിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നത് ഗ്ലിറ്റർ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഗ്ലിറ്റർ പൊട്ടിച്ച് നമുക്ക് ആകെ കുറച്ച് ആവശ്യമുള്ളൂ. അപ്പോൾ കുറച്ച് വേറൊരു കുപ്പിയിലാക്കി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ കുപ്പി പൊട്ടിയിരിക്കുകയായിരുന്നു. നേരെ കൈ ചെന്ന് കൊണ്ടത് ആ കുപ്പിച്ചില്ലേക്കായിരുന്നു. ചെറുതായിട്ടൊന്ന് കൈകൊണ്ടു, ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഗ്ലിറ്റർ വേണം. അത് ഇതേപോലെ ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മാത്രം മതി. പിന്നെ കുറച്ച് ക്ലിയർ ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ക്ലിയർ ഗ്ലൂ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ അല്ലെങ്കിൽ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് സെല്ലോ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഈ ചാർട്ട് പേപ്പറിലേക്ക് ഇതൊന്ന് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഡ്രൈ ആയ നമ്മുടെ പേപ്പേഴ്സും കൂടി ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന മിനി നോട്ട്ബുക്ക് പോലെയല്ല, ഇത് സംഭവം അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ലാസ്റ്റ് വൺ, അതായത് ഫിഫ്ത്ത് വൺ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ അലൂമിനിയം ഫോയിൽ ഇല്ലേ, അതിൻ്റെ ഒരു പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇതേപോലെ കിട്ടും. പിന്നെ ഇതേപോലെ തുറക്കാൻ പറ്റുന്ന രീതി അനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇഷ്ടമുള്ള പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ അകത്ത് കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടി ഞാനിവിടെ ഒരു പേസ്റ്റിൽ യെല്ലോ കളറും കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റൽ കളർ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം ഡ്രൈ ചെയ്യാൻ വെക്കുക. പിന്നെ ഒരു മാസ്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓൾറെഡി ഒരു സൈഡ് പൊട്ടിയിരിക്കുകയായിരുന്നു. മറ്റേ സൈഡിൻ്റെ ഈ ഒരു സംഭവമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാർഡ്ബോർഡ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ക്യൂട്ടാക്കാൻ വേണ്ടി കുറച്ച് ക്യൂട്ട് പിക്ചേഴ്സും കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വന്നത് ഒരു ക്യൂട്ട് പെൻസിൽ ബോക്സ് ആണ്. ആ കാർഡ്ബോർഡ് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത് ഇതേപോലെ ക്ലോസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ പെൻസിൽ ബോക്സ് റെഡി ആയിട്ടുണ്ട്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഒക്കെ ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.